തല്ലുള്ളികളാ അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്. ഒന്നും ഇല്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട്, നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേരും തമ്മിൽ പകൽ ലൈവ് ഇട്ടിട്ട് പറയും എന്റെ ലീഡർ പ്രശ്നം, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയാം എന്റെ ലീഡർ പ്രശ്നം. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് അല്ല, ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ വേറെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നമ്മളെ ലീഡറും കോ ലീഡറും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തോളൂ. മനസ്സിലായോ? അതിൽ പുറത്തുനിന്ന് ഒരു തേർഡ് പേഴ്സണോ ആരായാലും ലൈവ് ഇട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരും ഇടപെടണമെന്നില്ല. മനസ്സിലായോ? ഇതിൽ ആരും ഇടപെടണമെന്നില്ല. അത് ആരായാലും ശരി, നമ്മളെ കോ ലീഡറായിട്ടോ ലീഡറായിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് തീർത്തോളൂ. മനസ്സിലായി? ഇതിൽ വേറെ ആരും ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇൻക്ലൂഡ് ആവേണ്ട ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് നമ്മളെ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ തീർത്തോളാം. അതിലെന്തിനും വേറെ തേർഡ് പേഴ്സൺ ആയിട്ട് എന്തിനാ ഒരാൾ വരേണ്ട ആവശ്യം? എന്താണെന്ന് വെച്ചാൽ ഇത് കുടുംബശ്രീ ശാന്ത. മനസ്സിലായല്ലോ? ഇത് കുടുംബശ്രീ ശാന്ത. അതായത് ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് തോന്നുന്നു ഇവർ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അതായത് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, അയ്യോ അപ്പുറത്ത് എന്താ, ആ വീട്ടിൽ എന്താ പ്രശ്നം, നോക്കട്ടെ, അല്ലാ അടിയായിപ്പോയി, അല്ലാ ഇവർ തെറ്റിയാ, ഇവർ ഇതായോ. ഈ പരിപാടി നമ്മൾ ചെയ്യാറില്ല. മനസ്സിലായോ? നമ്മൾ ഈ പരിപാടി ചെയ്യാറില്ല. നമ്മൾ നമ്മളെ കണ്ടന്റും നമ്മളെ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത്, ഇവർ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് കുടുംബശ്രീ ആക്കിയിട്ട്